ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീഫിന്റെ റാപ്പാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ടോർട്ടി എടുത്തിട്ടുണ്ട്. ഇതൊരു വലിയ സൈസിലുള്ള ടോർട്ടിയാണ്. ഇത് നമുക്ക് ആദ്യം ഒന്ന് രണ്ട് സൈഡും കുക്ക് ചെയ്തെടുക്കാം. ഇതൊന്ന് ബബിൾ ആയിട്ട് വരട്ടെ. നമ്മുടെ ടോർട്ടി ഇവിടെ ചെറിയതായിട്ട് ബബിൾ ആയിട്ട് വരണുണ്ട്. നമുക്ക് അതൊന്ന് മറിച്ചിടാം. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി പാനിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒലിവ് ഓയിലാണ് എടുക്കുന്നത്. വളരെ കുറച്ച് മതി, കാരണം ബീഫ് ആയതുകൊണ്ട് തന്നെ അതിൽ നന്നായിട്ട് ഫാറ്റ് ഉണ്ട്. ഞാനിവിടെ ലീൻ ബീഫാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ആ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അത് കുറച്ചു നേരം കഴിയുമ്പോൾ നമുക്ക് അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമുക്ക് ബീഫിലേക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് ഗാർലിക് പൗഡർ. ഇതിന് നമുക്ക് ഫ്രഷ് ഗാർലിക് ആണെങ്കിൽ ഉപയോഗിക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, നമ്മൾ വളരെ കുറച്ച് എണ്ണ അതിൽ ഒഴിച്ചുള്ളൂ, എങ്കിലും ഇപ്പോൾ ആ ബീഫിലുള്ള ഫാറ്റ് നന്നായിട്ട് ഇറങ്ങി വരണുണ്ട്. അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി നമുക്ക് അതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്തു, അതിൽ നിന്ന് നന്നായിട്ട് ഫാറ്റൊക്കെ ഇറങ്ങി. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഡ്രൈഡ് ഒറിഗാനോ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഡ്രൈഡ് പാഴ്സ്ലി. ഇതിലേക്ക് റോസ്മേരിയോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഹെർബ്സ് ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് സ്വീറ്റ് കോൺ ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉള്ളി. ഞാൻ ഇന്ന് ഇത്രയും സാധനങ്ങളെ ചേർക്കണുള്ളൂ. നമുക്ക് വേണമെങ്കിൽ അതിനകത്ത് ബെൽ പെപ്പർ ചേർക്കാം. അങ്ങനെ ഇഷ്ടമുള്ള ഏതെങ്കിലും വെജിറ്റബിൾസ് ഒക്കെ ചേർക്കാം. ഇനി അതാ ബീഫിന്റെ ഫാറ്റിൽ കിടന്ന് വെന്തോളും. അങ്ങനെ ഒരുപാട് വേവൊന്നുമില്ല, ജസ്റ്റ് അതിന്റെ ആ പച്ച ടേസ്റ്റ് ഒന്ന് മാറിയാൽ മതി. അപ്പൊ നമ്മൾ ആ ഹെർബ്സ് ഒക്കെ ഇട്ടപ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ചെറുതായിട്ട് അതൊന്ന് കുക്കാവട്ടെ. നമുക്ക് ബീഫ് വെന്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ ബാക്കി ഹെർബ്സ് ഒക്കെ ഇട്ട സമയത്ത് ഇട്ട് കൊടുത്താലും മതി. നമ്മുടെ ബീഫ് റെഡിയായി. ഇനി നമുക്കത് റാപ്പിലേക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്ത് വെച്ച റാപ്പ് ഇവിടെ ഉണ്ട്. അതിലേക്ക് നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ചീസ്, ഇനി എന്തെങ്കിലും സോസ് നമുക്ക് ഇഷ്ടമുള്ളത്, മസ്റ്റാർഡോ റാഞ്ചോ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം. കുറച്ച് പിക്കിള്. നമുക്കിത് മടക്കിയെടുക്കാം. നമ്മുടെ റാപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.